ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് ഓഫ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു പോട്ടറി പെയിന്റിങ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പോകാം. അപ്പോൾ നമ്മുടെ പോട്ടിനെ നമ്മളിതൊക്കെ ഉരച്ച് നല്ല മിനുസപ്പെടുത്തിയിട്ടൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റിങ് ചെയ്യാം കേട്ടോ, തുടങ്ങാൻ പോകും. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. നമ്മളിത് ബ്രൗൺ ആണ് അടിക്കാൻ പോകുന്നത്. ഫുള്ളായിട്ട് ഒരു കോട്ട് ബ്രൗൺ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പെയിന്റിങ് ഒരു കോട്ട് ബ്രൗൺ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൗൺ അടിച്ചു കഴിഞ്ഞു പോയിട്ട് ഇനി ഇതിൽ നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പെയിന്റിങ് ചെയ്തു കൊടുക്കും. നമ്മളിപ്പോൾ ബ്രൗൺ ആണല്ലോ ഇതിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രൗൺ അടിക്കുമ്പോൾ നമ്മൾ ബ്ലാക്ക് റൂൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, തെളിയില്ല, നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പേപ്പർ സ്കെയിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഏത് കളറിനും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാണ്ട് ലൈൻ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈൻ തന്നെ എടുത്തുകൊണ്ട് ഇവിടെ ഡോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പോയിന്റ് ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മളത് എടുത്തിട്ട് ഒരു ഇപ്പോൾ യെല്ലോ ആണ് ഞങ്ങൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമ്മളിതിലേക്ക് 2 സെൻറ്റിമീറ്റർ, അപ്പോൾ അതിന് വേണ്ടി 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും അടുത്തടുത്ത് ഡോട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലൈൻ കറക്റ്റ് ചെയ്യണം. എന്നാലാണ് ബ്ലാക്കിൽ ഈ കളറിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ അപ്പോൾ ഇത് 18 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ ഈ വട്ടമുള്ളത്. അപ്പോൾ ഇതിന് മാർക്ക് ചെയ്യാൻ 4 ഭാഗിക്കാനായിട്ട് അതിൻ്റെ പകുതി 4.5 ഉണ്ടാവും. അപ്പോൾ 4.5 നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് 4 സൈഡായിട്ട് കറക്റ്റ് സൈഡ് കിട്ടും. അപ്പോൾ 4 മാർക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് എടുക്കുക. 4. ഇപ്പം നമുക്ക് ഇത് മാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ മാർക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ ഇതിനൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. കണ്ടോ, ഇതിൻ്റെ നേരെ നമുക്ക് സൈഡ് നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാം അല്ലേ, കണ്ടല്ലേ. ഇതിന് നേരെ നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് കിട്ടി. പിന്നെ ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം സെൻറ്റർ. ഇപ്പോൾ ഈ സൈഡ് കണ്ടില്ലേ, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതുപോലെ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ 4 സൈഡ് നമുക്ക് കിട്ടും. ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇദ്ദേഹം കൊണ്ട് വെച്ചാലും ഇത് മാർക്ക് ചെയ്യാം. കണ്ടോ, നോക്കി കണ്ടോ. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മാർക്കിങ് നമ്മളിതൊക്കെ ഇതിനെ മാർക്ക് ചെയ്തിട്ട് തന്നെ ഇവിടെ പോയി മാർക്ക് ചെയ്യാം. പോയിന്റ് മാർക്ക് ചെയ്തു. ഇതിനിവിടെ മാർക്ക് ചെയ്തു, ഇതിനിവിടെ മാർക്ക് ചെയ്തു, ഇതിനിവിടെ മാർക്ക് ചെയ്തു. അപ്പം നമ്മളിങ്ങനെ 4 ആക്കി കഴിഞ്ഞു. കണ്ടില്ല ഇങ്ങനെ ഇതിലപ്പോൾ നമുക്ക് വലിയ ഇറങ്ങും തോറും നമുക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് തോന്നായി. ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പേപ്പർ സ്കെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് അതിനെ ലെവൽ ചെയ്തിട്ട് വരച്ചിട്ട് നമുക്ക് അടുത്തടുത്ത് പോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മുട്ടിച്ച് കൊടുന്നാൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് അകലം എടുത്തതിന് ശേഷം ഇങ്ങനെ മുട്ടിച്ച് കൊടുഞ്ഞാൽ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും നമുക്ക്. ഇതാണ് ഇപ്പം നമ്മൾ 4 ഭാഗമാക്കിയാൽ ഒരു ഭാഗം എടുത്തത് 4 ഡിസൈൻ നമ്മൾ ഇതിലിടുന്നത്. ഇതാണ്. അപ്പോൾ അത് വർക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകണം. ആദ്യം നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തു. ഉണ്ടാവും നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് പോകും. അതിന് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്തു, ഇങ്ങനെ കറക്റ്റ് ചെയ്തു. നമ്മളിങ്ങനെ പതിയെ പെയിൻറ്റ് നമ്മൾ കണ്ടില്ലേ, ഇവിടെ ഇത്ര ലൈൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യാൻ പോകണം കേട്ടോ. ഇനി ഒരു ലൈൻ നമുക്ക് ഇവിടെ നമ്മൾ ഇടാൻ പോകണത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതൊക്കെ ഇത്ര മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ പോയിന്റ് ചെയ്ത് 2 ഇല പോയിന്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കണ്ടോ, ഇതൊന്ന് നമ്മൾ ഡോട്ട് ഇട്ട് ഓരോ ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെയിന്റ് ചെയ്യാം. കണ്ടോ, നമ്മളത് ആ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതേ കണ്ടില്ലേ, അത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഒരു കോട്ടും കൂടെ അടിക്കണം കേട്ടോ. കണ്ടോ, അടുത്തിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് കണ്ടില്ലേ, ഈ ഇലയാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു ഇലയൊക്കെയുടെ ഡിസൈൻ അവിടെ ചെയ്യാൻ പോകണം കേട്ടോ. ഇത് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ആ കളറിലൊക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ആർച്ച് നമ്മളിപ്പോൾ ചെയ്തു കണ്ടില്ലേ, ഓറഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടാ, അത് ഒരു കോട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കോട്ടും കൂടി കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി കവറിങ് കിട്ടും. കേട്ടോ,
ഒരു പുല്ലിൻ്റെ ഡിസൈനായിട്ട് ചെയ്യണം, ഓലയുടെ ഒക്കെ ആയിട്ട് ഡിസൈനാണ് നമ്മൾ ചെയ്യണത്. ഇതിൽ വെറുതെ റഫായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഉണ്ടോ, ഇങ്ങനത്തെ ഡിസൈൻ നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് മുകളിലേക്കുള്ളത് കുറച്ച് നല്ല വർക്ക് കൊടുത്തു. പിന്നെ ഇവിടെ താഴത്തേക്ക് സിമ്പിളായിട്ടുള്ള വർക്ക് കൊടുക്കണം. അപ്പോൾ വേഗം എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഇതാ, അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ.